നമസ്കാരം. 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 അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 34 മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു, ചില സ്ഥലങ്ങളിൽ ബി ജെ പി മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം. ഈ സന്ദർഭത്തിൽ അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങയുടെ ഒരു അറിവ്? എത്ര സീറ്റ് എന്ന് തീരുമാനിക്കേണ്ടത് സത്യത്തിൽ ജനങ്ങളാണ്. എങ്കിലും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു സാധ്യത നിലവിലുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് 30-നും 40-നും ഇടയ്ക്ക് സീറ്റുകൾ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 30,000-40,000 കടന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഒരു നേരിയ തോതിലുള്ള വർധനവ് ഉണ്ടായാൽ അവിടെ വിജയ സാധ്യത ഉണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുക. ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ LDFും UDFും ഒന്നിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ 51% വോട്ട് കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെ ഹക്സർ, അതായത് ഇടതുപക്ഷ നിരീക്ഷകനായ അസ്കർ, ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, ഈ കൊല്ലം കോർപ്പറേഷൻ ഏരിയയിലടക്കം CPMൻ്റെ ശക്തിയുള്ള ഏരിയയിൽ ആണ് ബി ജെ പി വിജയിച്ചിട്ടുള്ളതെന്നാണ്. അതായത് ഈഴവ വോട്ട് കൂടെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയൊക്കെ ബി ജെ പി വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു മാറ്റമായിട്ട് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതൊരു മാറ്റമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPIM തന്നെയാണ്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അതായത് CPIMന്റെ 99% വോട്ടർമാരും പ്രവർത്തകരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആയിട്ടുള്ള CPIMൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ വരാനുള്ള സാധ്യതയുള്ളത്. അതിന് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും അനുകൂലമാണ്. കാരണം CPMന്റെ ധാർമ്മികത തകർന്നിരിക്കുന്നു. CPM ഇന്ന് വലിയൊരു വിഷമവൃത്തത്തിലാണ്. സ്വന്തം അണികളെ പോലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ CPMൽ നിന്ന് ധാരാളം വോട്ടുകളും പ്രാദേശിക നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതായത് അപ്പം ഈ CPMനെതിരെയുള്ള കടന്നാക്രമണമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നർത്ഥം? അങ്ങനെ അർത്ഥമാക്കേണ്ടതില്ല. കാരണം CPM എന്നുള്ളതും കോൺഗ്രസ് എന്നുള്ളതും കേരളത്തിൽ മാത്രമാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശമായിട്ട് നിൽക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇവര് ഒരു നാണയത്തിന്റെ ഒരേ വശം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏതൊരു വിഷയം എടുത്താലും അതിൽ CPMന്റെയും കോൺഗ്രസിന്റെയും, അതായത് LDFന്റെയും UDFന്റെയും ഒരു ആണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താതെ ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. അല്ല, CPMനെതിരെയുള്ള ആരോപണങ്ങൾ, CPMനെതിരെയുള്ള കേസുകൾ ഒക്കെ തന്നെ കൃത്യമായി നിയമപരമായിട്ട് നേരിടുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് കൃത്യമായിട്ട് ഈ അവസ്ഥയിൽ ബി ജെ പിക്കല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ നേരിട്ട് കണ്ടല്ലോ. ശബരിമല ഇഷ്യൂ വന്നപ്പോ ശക്തമായി നേരിട്ടത് ബി ജെ പി ആണെങ്കിലും വോട്ട് കിട്ടിയത് UDFനാണ്. ഇത്തവണ പോലും ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDFന് കാര്യമായി വോട്ട് കിട്ടുകയുണ്ടായി. അതായത് ഒരു CPM വിരോധം ശക്തമാകുന്ന സമയത്ത് പൊതുവെയുള്ള ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ CPMനെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ് വരിക. അപ്പോൾ പിന്നെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ആര്? അവിടെ വോട്ട് പോകുന്ന ഒരു സാധ്യത ഇവിടെയുണ്ട്. അത് മാത്രമാണോ? സ്വാഭാവികമായിട്ടും CPMൻ്റെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് BJP ആണ് എന്നുള്ള ഒരു നിലപാട് പൊതുധാരണയായിട്ടുണ്ടല്ലോ, അതും കാരണമല്ലേ? കേരളത്തില് ഈ രണ്ട് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാറുണ്ട്. കോൺഗ്രസിന് അനുകൂലമായ നിലപാട് BJPക്കുണ്ടെന്നും CPMന് അനുകൂലമായ നിലപാട് BJPക്കുണ്ടെന്നും ഇരു കൂട്ടരും പരസ്പരം ആരോപിക്കാറുണ്ട്. അതിന്റെ പൊള്ളത്തരം കേരളീയ സമൂഹം പതുക്കെ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തവണ ഈ രണ്ട് ഭാഗത്തായിട്ട് CPM വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയത്. അല്ലായിരുന്നെങ്കിൽ UDFന് ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു. അതായത് കോൺഗ്രസ് പറയും CPMനെ BJP സപ്പോർട്ട് ചെയ്യുന്നു, CPM പറയും കോൺഗ്രസിനെ BJP സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി.
ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മളെപ്പോലുള്ള ആളുകൾ സംസാരിക്കാൻ പറ്റൂ. അതിൽ പിണറായി വിജയൻ കുറേ കേസുകൾ പ്രതിയാണെന്നുള്ള കാര്യം ഏറ്റവും അധികം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് BJP തന്നെയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നോട് എന്തെങ്കിലും നടപടി ഉണ്ടായോ അദ്ദേഹത്തിൻ്റെ പേരിൽ? അതായത് ഈ നടപടികൾ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ല. കോടതി ചെയ്യേണ്ട നടപടി കോടതി എടുക്കണം, CBI ചെയ്യേണ്ടത് CBI ചെയ്യണം. അങ്ങനെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള റോളുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യണം. പക്ഷെ ഇവിടെ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നറേറ്റീവ് എല്ലാം BJPയുടെ ഉപകരണങ്ങളാണ് എന്ന മട്ടിലാണ്. അതായത് കോടതി BJPയുടെ കയ്യിലാണ്, CBI BJPയുടെ കയ്യിലാണ്, അന്വേഷണ സംവിധാനങ്ങൾ BJPയുടെ കയ്യിലാണ്. അപ്പൊ BJPക്ക് അങ്ങ് ചെയ്താൽ പോരെ? എന്താ പിണറായി വിജയനെ പിടിച്ചകത്തിടാത്തത്? എന്തുകൊണ്ടാണ് കയ്യാമം വെക്കാത്തത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ അതിനൊരു സംവിധാനമുണ്ട് എന്നുള്ളതിനെ മറച്ചു വെക്കുകയാണ് കേരളത്തിലെ മീഡിയ. ഓക്കെ, താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കോടതി നടപടികളെക്കുറിച്ച് അറിയാം. ഇന്ത്യയിൽ അഴിമതിക്കെതിരെയുള്ള കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസായ സദാശിവം നമ്മുടെ ബാലകൃഷ്ണപിള്ള കേസിൽ, അതായത് VS അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ള കേസിൽ വിധി പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണപിള്ളയെ കുറ്റക്കാരനാണ് വിധിച്ചുകൊണ്ട് 3 വർഷം ശിക്ഷിച്ചുകൊണ്ടുള്ള വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരും അതേപോലെ ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി വിധി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് 9.5 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്? ലാവ്ലിൻ കേസ് മാത്രമല്ല, നിരവധി കേസുകളുടെ കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. ഇപ്പോ ഈ സ്വർണ്ണക്കടത്ത് കേസ്, ലാവ്ലിൻ കേസ് അടക്കമുള്ള പല കേസുകളിലും ലാവ്ലിൻ കേസിലേക്ക് മാത്രം കടക്കാം, സ്വർണ്ണക്കടത്ത് കേസിലേക്ക് കടക്കാം. അപ്പോൾ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് ഞാൻ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കേസാണ്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 9.5 വർഷമായി കിടക്കുകയാണ്. ഓരോ തവണയും CBIയുടെ പ്രോസിക്യൂട്ടർ വന്ന്, സോളിസിറ്റർ ജനറൽ വന്ന് പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് വേറെ കേസുകളുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അഡ്വക്കേറ്റും അവിടെയുണ്ട്. ഞങ്ങൾ കടന്ന് പരിശ്രമിച്ചിട്ടും കോടതിയിൽ അത് എടുപ്പിക്കാൻ വേണ്ടി CBI അനുവദിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CBI എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ അന്വേഷണ ഏജൻസിയാണ്. അവരാണ് ഓരോ കേസുകളുടെയും മുൻഗണനാക്രമം നിശ്ചയിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ടത്, കേസിന്റെ വാദി സ്ഥാനത്ത് നിൽക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന കാര്യങ്ങളിൽ, മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാവുന്ന കാര്യങ്ങളിൽ സംസ്ഥാനം ഹാജരാക്കേണ്ട തെളിവുകൾ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഹാജരാക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അവിടെ അന്വേഷണ ഏജൻസികൾക്ക് സമയം കൂടുതൽ വേണ്ടി വന്നേക്കാം. അഡ്വക്കേറ്റ് ഒരു ഇടപെടൽ, അതായത് ഇത് സ്റ്റേറ്റ് ഇടപെട്ട ഒരു കേസല്ല. അത് CBI കണ്ടെത്തി, CBI അന്വേഷണം നടത്തി, അങ്ങനെ CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കക്ഷിയായിരിക്കാം. ഇത് CBIയും അതേപോലെ പ്രതികളും തമ്മിലുള്ളൊരു കേസാണ്. അതിലെ എല്ലാ കുറ്റപത്രവും എല്ലാ ഡോക്യുമെൻറ്റും അവിടെ ഹാജരാക്കിയിട്ടുണ്ട് പ്രതികൾ തന്നെ. കാരണം അതിൻ്റെ എല്ലാ ഫയലും അവിടെ ഹാജരാക്കിയിട്ടുള്ള പ്രതികൾ തന്നെയാണ്. അതെ, അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് CBI ആണ്. ഞാൻ വ്യക്തമാക്കി പറഞ്ഞതുപോലെ അതെ CBI ആണ്. അതെ, ഞാൻ വ്യക്തമായി പറഞ്ഞതുപോലെ CBI എന്ന് പറയുന്നത് BJPയുടെ ഒരു ഘടകമല്ല, ഗവൺമെന്റിന്റെ ഘടകവും അല്ല, ഉപകരണവും അല്ല. അതുകൊണ്ട് CBI ആണ് അത് തീരുമാനിക്കുന്നത്. ഇതില് തുഷാർ മേത്തയാണ് CBI പ്രോസിക്യൂട്ടർ, സോളിസിറ്റർ ജനറൽ. അല്ല, തുഷാർ മേത്ത ആവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ, അതാരു തന്നെയാണെങ്കിലും CBI എന്ന് പറയുന്നത് BJP എന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ BJP സർക്കാരിന്റെയോ ഉപകരണമല്ല. അതൊരു സ്വതന്ത്ര സംവിധാനമാണ്. അതുകൊണ്ട് അവരാണ് അത് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ആവട്ടെ, തുഷാർ മേത്ത എന്ന് പറയുന്നത് അമിത്ഷാ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. അതെ, തുഷാർ മേത്ത ഏതൊക്കെ കക്ഷികൾക്ക് വേണ്ടിയും വാദിക്കാം. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ആ വക്കീലിന് എത്ര കക്ഷികൾക്ക് വേണ്ടിയും വാദിക്കാം.
അത് ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ തുഷാർ മേത്ത ജയിലിൽ അമിത്ഷാ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് തുഷാർ മേത്ത. ഇത് അമിത്ഷായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം വന്നിട്ട് കോടതി പറയുന്നത്, എൻ്റെ അഡ്വക്കേറ്റ് ഇരിക്കെ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു വിവരമാണ്, ഓരോ തവണയും ഞങ്ങൾക്ക് സമയം 9.5 വർഷമായി 80 തവണയായിട്ട് ഈ കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പുറത്ത് പ്രതി, അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനി ആപ്പാടെ 2 മാസം കൂടെ ഉള്ളൂ. ഈ 9.5 കൊല്ലവും കൃത്യമായിട്ട് 10 കൊല്ലം തികയാൻ പോവുകയാണ് ആ കേസിൻ്റെ നാൾ വഴി. ഇന്നേ വരെ എടുപ്പിക്കാൻ ഇവർ സമ്മതിക്കുന്നേയില്ല. ഇതൊരു ഇടപാടല്ലേ ശരിക്കും, പരസ്പരമുള്ള ധാരണയല്ലേ? ഒരിക്കലുമല്ല. ഇതിപ്പോ ഒരു വക്കീൽ ഏതൊക്കെ കക്ഷികൾക്ക് വേണ്ടി ഹാജരായി എന്നുള്ളത് വെച്ചിട്ട് ആ അമിത്ഷായ്ക്ക് വേണ്ടി ഹാജരായ മേത്ത എന്നുള്ള ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് ഇതിനെ അമിത്ഷായുമായും BJPയുമായും സർക്കാരുമായും ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയ ദുരാരോപണം മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് 10 വർഷമായിട്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്? അതായത് നമ്മുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോ നന്ദകുമാർജി ചോദിച്ച ചോദ്യം നല്ല ചോദ്യം. നമ്മുടെ നാട്ടില് ഒരു SFIക്കാരൻ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞ ഒരു കേസ് 11.5 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ ശിക്ഷ ഉണ്ടായത്. അതുപോലെ നിരവധി അത് വിചാരണ കോടതിയാണ്, ഇത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലെ സുപ്രധാനമായ വിധി തന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ചീഫ് ജസ്റ്റിസായ സദാശിവത്തിന്റെ ബാലകൃഷ്ണപിള്ള VS അച്യുതൻ വേഴ്സ് ബാലകൃഷ്ണപിള്ള കേസ് മാത്രമേ ഞാനൊരു സൂചന പറഞ്ഞത്. നിരവധി കേസുകളുണ്ട്. ഇതിൽ പ്രത്യേകം പറയും, ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരും അതിൽ മന്ത്രിമാരും ഉൾപ്പെട്ട കേസ്, അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് പറയുന്ന സമയത്താണ് CBI വന്നിട്ട് അവിടെ കരയുന്നത് പിണറായിക്ക് വേണ്ടിയിട്ട്. CBIക്ക് ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയും നിർദ്ദേശവും മനസ്സിലാവാത്തത് കൊണ്ടല്ല, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അല്ല, താങ്കൾക്ക് അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ രൂപത്തിൽ താങ്കൾക്ക് അതിനൊരു വിശദീകരണം തരാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു കേസ് എടുക്കാം. നമ്മള് സ്വർണ്ണക്കളകൾ കേസ്. പോകരുത്. താങ്കൾക്ക് അതിനുള്ള ശരിയായ മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായം താങ്കൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അല്ല, എന്തുകൊണ്ട്? പിന്നെ ഒരു സാമാന്യ നീതി പ്രകാരമുള്ള ഒരു മറുപടിയാണ് വരേണ്ടത്. സാമാന്യ നീതി പ്രകാരം വ്യക്തമായി ഞാൻ മറുപടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം. CBI എന്ന് പറയുന്നത് BJPയുടെ ഏതെങ്കിലും ഒരു വിഭാഗമോ സർക്കാരിന്റെ വിഭാഗമോ അല്ല. അതൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ്. അവർ അതിനാവശ്യമായ സമയം എടുക്കുന്നത് അവരുടെ തീരുമാനമാണ്. അതിനെ BJPയുമായി കൂട്ടിക്കെട്ടുന്നത് രാഷ്ട്രീയ ദുരാരോപണമാണ്. ഈ കാര്യം ഞാനിവിടെ നമ്മുടെ K. സുരേന്ദ്രൻ്റെ അടുത്തും V. മുരളീധരൻ്റെ അടുത്തും ഞാൻ പറയുകയും, ഇങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് കൃത്യമായിട്ട് കേസ് കൃത്യമായി നടത്താൻ വേണ്ടി CBIയോട് പറയണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞേൽപ്പിച്ച ശേഷം പിന്നെ അവർ എൻ്റെ ഫോണേ അറ്റൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഏതായാലും ഇനിയും താങ്കൾ 1000 തവണ ഫോൺ വിളിച്ചാലും അപ്പോൾ തന്നെ എടുക്കും. അപ്പോഴും എന്റെ മറുപടി ഇത് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, താങ്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അടുത്തത് താങ്കൾ തന്നെ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 2020 സംഭവം നടക്കുന്നത്. ഇപ്പം 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കഴിഞ്ഞ കേസിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ അമിത്ഷായും ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ പിണറായി വിജയനുള്ള പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. K. സുരേന്ദ്രൻ ആണ് പറഞ്ഞത് പിണറായി വിജയനും അതേപോലെ കുടുംബം അടക്കം ജയിലിലാകും. പക്ഷെ ഇന്നേ വരെ നയതന്ത്ര ബാഗേജിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയന് നോട്ടീസ് വരുത്തി ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കസ്റ്റംസിന്റെ മുന്നിലുള്ള കേസിന്റെ കാര്യത്തിൽ ഉള്ളത്. അതെന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം തന്നെയാണ് അതിന്റെ മറുപടി. അതായത് ഇവിടെ പിണറായി വിജയന്റെ എതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടത് പിണറായി വിജയന്റെ സംസ്ഥാനത്തിനകത്തുള്ള അന്വേഷണ സംവിധാനങ്ങളും പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നിലപാടെടുക്കാനേ പറ്റൂ. കാരണം അവരുടെ കീഴിലാണല്ലോ ഈ പോലീസ് അന്വേഷണ സംവിധാനങ്ങൾ. ഇതുപോലെയല്ലല്ലോ കോടതി, ഇതുപോലെയല്ലല്ലോ CBI. അന്വേഷിക്കുമ്പോൾ അതെ, കസ്റ്റംസ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള കസ്റ്റംസ് അതിനാവശ്യമായിട്ടുള്ള മറ്റ് എവിഡൻസുകൾ കൊടുക്കേണ്ട ചുമതല ഇവിടെയുള്ളവർക്കുണ്ട്.
അവിടെയും വീഴ്ച വരാം. ഞാൻ അല്ല, പറഞ്ഞത് കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ പറയുന്നത് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്ക് ഇതിന് പങ്കുണ്ട്, സ്വപ്നയുടെ രഹസ്യമൊഴി അടക്കമുണ്ടെന്ന് കൃത്യമായി കോടതിയിലെ മൊഴി ഇത് കൊടുത്തിട്ടുണ്ട്, അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ രേഖ എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിൽ അതിന്റെ തീരുമാനമെടുക്കേണ്ട ഏജൻസികളും കോടതികളും ആണ് അതിൽ അന്തിമമായ തീരുമാനം പറയേണ്ടത്. അതിൽ BJPക്കോ BJP ഗവൺമെന്റിനോ യാതൊരു പങ്കുമില്ല. അല്ല, ഇതിലെ കസ്റ്റംസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ്. ഇതില് നമ്മുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെ ഓഫീസിന് ഇതിൽ പങ്കുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അടക്കം പിണറായി വിജയന്റെ പങ്കാളിത്തത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല സംസ്ഥാന BJP പ്രസിഡന്റിനും അറിയാം. ഇപ്പൊ സംസ്ഥാന BJP പ്രസിഡന്റോ അഖിലേന്ത്യാ BJP പ്രസിഡന്റോ അമിത്ഷായോ ആര് പറഞ്ഞാലും അത് ആ പറയുന്ന പത്രപ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ല. കോടതി അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും അതിന്റെ എവിഡൻസ് മറ്റെല്ലാ സർക്കംസ്റ്റാൻസസും വിലയിരുത്തിയതിനു ശേഷം മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. അത് സമയമാകുമ്പോൾ കോടതി എടുക്കും. അതായത് 5 വർഷം കഴിഞ്ഞു. 164 സ്റ്റേറ്റ്മെന്റ് സ്വപ്നയുടേത് കൊടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 4 വർഷം കഴിഞ്ഞു. 4 വർഷത്തിൽ കൃത്യമായിട്ട് അതിൽ പിണറായി വിജയൻ വേണ്ടിയിട്ടാണ് 30ഓളം തവണ ഈ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണവും ബിരിയാണി ചെമ്പും വഴിയും ഒക്കെ സ്വർണം കടത്തിയിട്ടുള്ളതും അതിന്റെ വ്യക്തമായ എല്ലാ രേഖകളും അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 5 വർഷമോ 4 വർഷമോ 10 വർഷമോ എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഒരു കാലയളവല്ല. അയോധ്യ കേസ് ഇതിനേക്കാളൊക്കെ വലിയ കേസായിരുന്നു. അത് 50 വർഷം കഴിഞ്ഞ് 60 വർഷം ആകുമ്പോഴത്തേക്കാണ് അതിൽ തീരുമാനം ഉണ്ടായത്. അപ്പോ അത്രയും വലിയ കേസല്ലല്ലോ ഇതൊന്നും. അല്ല, ഇത് അതുപോലെയുള്ള കേസല്ല. ഇത് നേരിട്ട് തെളിവ് മുന്നിൽ എത്തിയിരിക്കുന്നു. ആ അടുത്ത സ്റ്റെപ്പ് ഇപ്പം നമ്മൾ ശബരിമല കേസ് നടക്കുന്ന കണ്ടില്ലേ, 1 by 1 അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ അവിടെ വെച്ച് സ്റ്റെക്കായി, പിന്നെ അങ്ങോട്ട് അന്വേഷണമില്ല. 2020-21 വരെയുള്ള അന്വേഷണം, പിന്നെ അങ്ങോട്ട് അന്വേഷണമില്ല. ശിവശങ്കർ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നെ മുന്നോട്ട് അന്വേഷണമില്ല. കൃത്യമായിട്ട് മൊഴികളും എല്ലാ രേഖകളും ഗവൺമെന്റിന്റെ കൈവശമുണ്ട്, കസ്റ്റംസിന്റെ കൈവശമുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ എന്ത് കാര്യമാണോ ഏത് നിലവാരത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്ന് മുന്നോട്ടുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ട് അന്തിമ വിധിയിലേക്ക് വരേണ്ടത് കോടതിയാണ്, സർക്കാരല്ല. കോടതിയുടെ അന്വേഷണ ഏജൻസി ആണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുന്നില്ല. അതാണ് എന്റെ ചോദ്യം. ഏജൻസി അന്വേഷണ ഏജൻസി സർക്കാരിന്റെ ഉപകരണമല്ല, പാർട്ടിയുടെ ഉപകരണമല്ല. അങ്ങനെ ഇടപെടാൻ സർക്കാരും പാർട്ടിയും ഉദ്ദേശിക്കുന്നില്ല. അവർ സ്വതന്ത്രമായിട്ട് അത് ചെയ്തോട്ടെ. അതിന്റെ കാലതാമസം എന്ന് പറയുന്നത് ആവട്ടെ. അത് താങ്കൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഡോളർ, ഇവിടുന്ന് ഡോളർ റിവേഴ്സ് ഹവാല കേസിൽ കൃത്യമായിട്ട് തെളിവ് മൊഴിയും ഒക്കെ രഹസ്യമൊഴി അടക്കം മുന്നിലുണ്ട്. പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ശിവശങ്കറിനെതിരെയും എല്ലാം തന്നെ. അതിലും യാതൊരു നടപടിയും ഇതുവരെ വന്നു കണ്ടില്ല 5 വർഷമായിട്ട്. അല്ല, ഇപ്പൊ താങ്കൾ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ്, പ്രസക്തമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രസക്തവും ഗൗരവമുള്ളതാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് കേസ്. ഈ കേസുകളിലൊക്കെ അതാവട്ടെ, ഇതിപ്പം നമ്മുടെ മുഖ്യമന്ത്രി തെളിവില്ലാത്തൊരു സാധനമല്ല നമ്മളെ മുന്നിലുള്ളത്. നമ്മൾ തെളിവുള്ള നേരിട്ട് 164 സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യത്തിലാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്തത്, മകളെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്, മകനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് ഉള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തെളിവുണ്ടോ ഇല്ലയോ, കൊടുത്തിരിക്കുന്ന തെളിവുകൾ മതിയായ തെളിവുകളാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ ആരുമല്ല, അത് കോടതിയാണ്. അത് കോടതി തീരുമാനിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇന്ത്യയിലെ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് കേസുകളിൽ 20, 30, 40 വർഷം പഴക്കമുള്ള കേസുകളുണ്ട്. ശബരിമല കേസ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണുള്ള ഈ കേസെല്ലാം. കാരണം ഒരു മുഖ്യമന്ത്രിയാണ് ഒരു മാഫിയ തലവനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും വന്ന് പ്രസംഗിച്ചുള്ള സ്ഥലത്താണ് ഈ കാര്യങ്ങളെ ഗൗരവം കിടക്കുന്നത്. അതെ, ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കുന്നത് കൊണ്ടാണല്ലോ അമിത്ഷാ ആ കാര്യം ഇവിടെ വന്ന് പ്രസംഗിക്കാൻ തയ്യാറായത്. അതെ, 5 വർഷമായി പ്രസംഗം, 4 വർഷമായി പ്രസംഗം കഴിഞ്ഞിട്ട് ഇതുവരെ നടപടി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ നടപടി എടുക്കുന്നത് അമിത്ഷാ അല്ല എന്നാണ് ഞാനും പറഞ്ഞത്. അല്ല, ഓക്കെ. ഇനി അടുത്തത് ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത്
റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സ്ഥാപനം വഴി ഇവിടെ നേരിട്ട് ലൈഫ് മിഷനിലേക്ക് വരേണ്ട ഫണ്ട് അത് ഇവിടെ യൂണിടെക് എന്നുള്ള സ്ഥാപനത്തിലേക്ക്, പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് അയപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി, അതിന് ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിൽ ശിവശങ്കർ അറസ്റ്റിലായി, നമ്മുടെ സ്വപ്ന അറസ്റ്റിലായി. ഇതുവരെ പിണറായി വിജയനെതിരെ പ്രധാന കുറ്റം ചെയ്ത പിണറായി വിജയനെതിരെ യാതൊരു നടപടിയും വന്നതായി ചോദ്യം ചെയ്യ പോലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട്. ഈ കേസുകളെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ നടപടിക്രമം അനുസരിച്ചല്ലാതെ എന്തു ചെയ്യാൻ പറ്റും? നീതിന്യായ സംവിധാനമല്ല, കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ആണ് ഇതൊക്കെ തന്നെ. അല്ല ഇവിടെയുള്ള ഏജൻസികളുടെ കാര്യമല്ല. ഇവിടെ ഇപ്പം സാധാരണ ശബരിമല കേസ് പോലും ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൃത്യമായി അന്വേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ കേസുകൾ മാസങ്ങളും കൊല്ലങ്ങളായിട്ട് കെട്ടിക്കിടക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ മാസങ്ങളും കൊല്ലങ്ങളുടെയും കണക്കുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നിരവധി കേസുകൾ ഇതുപോലെയുള്ളത് ഇതിനേക്കാൾ വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായും കിടക്കുന്ന കേസുകളുണ്ട്. അത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ കേസുകൾ തീർന്ന് അന്തിമ വിധി പ്രഖ്യാപിക്കണം എന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പോലെയുള്ള നിയമമല്ല ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഈ കാലതാമസം സ്വാഭാവികമാണ്. ഇന്ത്യയിൽ നമ്മുടെ കെജ്രിവാളിനെ അടക്കം കുറഞ്ഞ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ മാത്രം, ഇത് മാത്രമല്ല വീണ്ടും നിരവധി കേസുകൾ മുന്നിലുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഈ ഇത്തരം കേസുകളിലെല്ലാം തന്നെ അദ്ദേഹവുമായിട്ട് കേസുകൾ വെച്ച് പരസ്പരമുള്ള അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തെ ഉപയോഗിച്ച് വോട്ട് മറച്ച് ഒരു കച്ചവടമല്ലേ BJP ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ? അതല്ല, ഇത് കള്ളന്മാര് രണ്ടു തരമുണ്ട്. നമ്മൾ പണ്ട് പോലെ പറയും പഠിച്ച കള്ളൻ. ഈ പഠിച്ച കള്ളനും പഠിക്കാത്ത കള്ളനും രണ്ടു തരാണ്. കേജ്രിവാള് പഠിക്കാത്ത കള്ളനും പിണറായി പഠിച്ച കള്ളനുമാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരോടുള്ള സമീപനത്തിൽ സമയത്തിന് വ്യത്യാസം വരും. ഇതിലൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു ധാരണയല്ല ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെ എന്താണ് അല്ലാതെ ഉള്ളത്? പിണറായിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? കാരണം ഈ ഷോൺ ജോർജ് പോലും ഫൈറ്റ് ചെയ്ത CMRL കേസ് പോലും അട്ടിമറിക്കപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളാണ് ഷോൺ ജോർജ്. അവസാനം ഞാൻ പറഞ്ഞു നടക്കില്ല, ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ രക്ഷിക്കുന്നത് എനിക്കറിയാം നേരിട്ട്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മാസങ്ങളും കൊല്ലങ്ങളും അത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ കേസുകളും വെച്ചിട്ട് ഒരു അട്ടിമറി, അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ലേ BJPയെ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ടല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM വോട്ട് ചെയ്ത് 10-16 സീറ്റുകളിൽ വിജയിപ്പിച്ച് അവിടെ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നത്? അങ്ങനെയാണെങ്കിൽ പന്തളത്ത് എന്തുകൊണ്ട് അങ്ങനെ സഹായിച്ചില്ല? പന്തളത്ത് BJP എടുത്തത് തിരിച്ചു പിടിച്ചില്ലേ? CPM തിരിച്ചു പിടിച്ചില്ലേ? അതുപോലെ പല സ്ഥലങ്ങളിൽ ഇത്തവണ നേരത്തെ വന്നൊരു കാര്യം, തൃശ്ശൂരും തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് അനുകൂലമായി പിടിച്ചു കൊടുക്കണം എന്നുള്ള ധാരണയായിരുന്നു അമിത്ഷായും ഇവരും തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. അതിൽ തൃശ്ശൂരിൽ അവിടെ സുരേഷ് ഗോപിക്ക് എതിരെ ഉണ്ടായിരുന്ന ഒരു വികാരം കൊണ്ടാണ് തോറ്റതെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് 16 CPMന്റെ വാർഡുകളിൽ BJPയെ വിജയിപ്പിച്ചു കൊടുത്തെന്നുള്ള റെക്കോർഡ് തന്നെ ഏകദേശം കൃത്യമായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് പുറത്തിറക്കാമായിരുന്നല്ലോ. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവിടെ തോറ്റത് ധാരണയാണ്, ഇവിടെ ജയിച്ചത് ധാരണയാണ്, ഇടതുപക്ഷ BJP സഖ്യമാണ് എന്ന് പറയുന്ന ഈ കഴിവ് ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ പറയുന്നതാണെങ്കിൽ നമുക്ക് പിന്നെയും കൊള്ളാം. ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ പറയുകയാണ്. ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇങ്ങനെ കിട്ടിയ വിവരം തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ നിർബന്ധമായിട്ടും വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ധാരണയാണ് പിണറായി വിജയന് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ള തൃശ്ശൂരിലും ഇതേപോലെ ധാരണയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങൾ അടിസ്ഥാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തൃശ്ശൂർ എന്തുകൊണ്ട് അത് ശരിയായില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്തും ശരിയായില്ല? തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷം ഒരു സ്വതന്ത്രനെ കിട്ടിയതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. ഇടതുപക്ഷം സഹായിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടേണ്ടതല്ലേ? അതന്നെ എല്ലാ ധാരണകളും അണികൾ അംഗീകരിക്കണ്ടേ? അണികൾ അംഗീകരിച്ചാലല്ലേ CPMനെ വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ BJPയിലെ അണികൾ എല്ലാവരും വോട്ട് ചെയ്യോ? അതിലെ CPMനെ BJPയെ വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ അണികളും റെഡിയാകുമോ?
ഈ ചോദ്യം തന്നെയാണ് എനിക്ക് താങ്കളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ചോദിക്കാനുള്ളത്. ഈ BJP കോൺഗ്രസുമായി സഖ്യമാണ്, CPM-ഉമായിട്ട് സഖ്യമാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പോ ശ്രീ നന്ദകുമാർജി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. CPM-ന്റെ അണികളും BJP-യുടെ അണികളും ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അങ്ങ് തിരിച്ചും മറിച്ച് വോട്ട് ചെയ്യാമോ? ചെയ്യില്ലെന്ന് വളരെ വ്യക്തമാണല്ലോ. അല്ല, ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ എല്ലാ പദ്ധതികളും പൂർണ്ണമായി ചില കാര്യങ്ങൾ മാത്രം ഭാഗികമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വാദം. അത് നല്ല വാദമാണ്. ഇപ്പോൾ താങ്കൾ പൂർണ്ണത്തിൽ നിന്ന് ഭാഗികത്തിലേക്ക് വന്നല്ലോ. ഇനി പൂർണ്ണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂർണ്ണം എന്നില്ല, അവർ പ്ലാൻ ചെയ്യുന്നു, എല്ലാം നടക്കുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ മുന്നിലുള്ള കാര്യം, പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള ഒരു കേസും ഇന്നേ വരെ BJP-യുടെ കീഴിലുള്ള കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള കുറ്റാന്വേഷണ ഏജൻസികൾ തുടക്കത്തിലുണ്ടായ മാതിരി അവിടെ പൂട്ടിവെച്ചു എന്നല്ലാതെ ഒന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കാരണം അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം. സത്യമല്ലേ? അല്ല, കേസിന്റെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മീഡിയ വളരെ സമർത്ഥമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തരം പ്രചരണങ്ങൾ കൊണ്ട് BJP-യെ ഏതെങ്കിലും ഒരു പാളയത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ കെട്ടാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട്. പഞ്ചായത്ത് ഇലക്ഷന് മൊത്തം 5% വോട്ട് കുറഞ്ഞില്ലേ? ആ വോട്ട് കുറഞ്ഞതിന്റെ കണക്ക് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞു, ഇവിടെയും പറയാം. അതായത് ഈ വോട്ടിന്റെ കണക്കെടുക്കുന്നത് എങ്ങനെയാണ്? വോട്ടിന്റെ കണക്കെടുക്കുന്നത് കോർപ്പറേഷൻ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെക്കുറിച്ച് വളരെ വിശദമായി അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മളെ ഈ ചർച്ചയിൽ അങ്ങ് പറയുന്നത് അങ്ങനെ ധാരണയില്ല എന്നുള്ള സമീപനം തന്നെ പറഞ്ഞുകൊണ്ട് അടുത്ത ചർച്ചയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം.